ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാമിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പൊതുവിൽ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എഴുതിയ അവരുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ശരാശരി എക്സാം ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒറ്റമൊട്ടത്തിൽ വളരെ എളുപ്പമെന്ന് തോന്നുകയും എന്നാൽ ഒന്ന് അനലിറ്റിക്കലി ചിന്തിക്കുമ്പോൾ അതിനകത്ത് തെറ്റാൻ ധാരാളം സാധ്യതകൾ ഉണ്ടാകാനും ഉള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കാതെ ഉത്തരം ചെയ്തവർക്കൊക്കെ നെഗറ്റീവിന്റെ എണ്ണം കൂടാൻ സാധ്യതയുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ടും വന്നിട്ടുള്ളത്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു അപേക്ഷിക്കാൻ കഴിയുന്നത്. ഒന്ന് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളും മറ്റൊന്ന് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളുമായിരുന്നു. ആകെ മൊത്തത്തിൽ എക്സാമിനേഷൻ എഴുതിയതിൽ ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എക്സാമിനേഷൻ പോയത് എന്ന് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യനുകൾ ഇലക്ട്രിക്കൽ സ്ട്രീമിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്നുള്ളത് പരമാർത്ഥമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നിരവധി ഇലക്ട്രിക്കൽ IT ലെവൽ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരങ്ങൾ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എക്സാമിനേഷനിൽ വന്നിരിക്കുന്നത്. അതായത് നിരന്തരം വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല ഉത്തരങ്ങളും, അതായത് കുറച്ചും കൂടി ഇൻഡെപ്ത് വന്ന ഉത്തരങ്ങളും മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത്ര കണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വാൻറ്റേജ് അവിടെ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുമുണ്ട്. എന്നാൽ മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ, അതായത് ഇലക്ട്രിക്കൽ സ്ട്രീമിന്റെ ഉദ്യോഗാർത്ഥികൾ ഡയറക്റ്റ് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു നിമീന ടെക്സ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലാസ്സോ കണ്ട് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 40 ഏതാണ്ട് 30 ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് തന്നെ അത്യാവശ്യം പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡയറക്റ്റ് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എക്സാം നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആകെ മൊത്തത്തിൽ എക്സാമിനേഷൻ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഒരു ശരാശരി എക്സാമിനേഷൻ ആയിരുന്നു എന്നും അതുപോലെ തന്നെ അനലിറ്റിക്കൽ എബിലിറ്റി കൂടിയ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നും നിങ്ങൾക്ക് തെറ്റാനുള്ള സാധ്യതകൾ ഉള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരുന്നതും എന്നാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കഴിയാനുള്ളത് കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇനിയും നമുക്ക് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ സ്ട്രീമിലും അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന എക്സാമുകൾ സംസ്ഥാന തലത്തിൽ PSCയുടെ തലത്തിലും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്ത ഏജൻസികളും കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ ഉൾപ്പെടെ ഉള്ള മേഖലകളിലും ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ സ്ട്രീമിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി ആണ്. അത് മെക്കാനിക്കൽ സ്ട്രീമിന് മാത്രമല്ല എല്ലാ ബിടെക്കുകാർക്കും എഴുതാൻ പറ്റും. കാരണം അതിന്റെ യോഗ്യത ഫിസിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ളവർക്ക് വരുന്ന എക്സാമിനേഷൻ ആണ് ഇത്. 5/9/2026 ഇതിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. അടുത്തത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണ്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പോസ്റ്റാണ്. ഇതിൽ തന്നെ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിന് മറ്റൊരു മാനദണ്ഡം കൂടിയുണ്ട്. അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് ഹെവി ലൈസൻസ്, വാലിഡ് ഹെവി ലൈസൻസ് വേണമെന്നുള്ളതായിരുന്നു. ഇതും നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡേറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഇതിന് വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. ഇത്രയും നോട്ടിഫിക്കേഷനുകളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ വരും എന്ന് കരുതുന്ന നോട്ടിഫിക്കേഷനുകളാണ്. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് ഉടൻ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനിൽ ആദ്യത്തേത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. ഇതിന്റെ DOE നിലവിൽ വന്നത് 23/7/2024 അടുത്തത് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള DOE റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 9/8/2024 അടുത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ DOE നിലവിൽ വന്നത് 7/11/2024 അപ്പോൾ മെക്കാനിക്കൽ സ്ട്രീമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട PSC എക്സാമുകൾ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട അവസരങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാമിന്റെ ഡേറ്റും വന്നിരിക്കുന്ന 2-3 എക്സാമുകളുണ്ട്. അതിൽ ആദ്യമായിട്ട് എക്സാമിന്റെ ഡേറ്റ് വന്നത് KSEBയിലേക്കുള്ള വർക്കർ എന്ന് പറയുന്ന പോസ്റ്റാണ്. സെപ്റ്റംബർ 30 ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റ്. മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇനി നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോസ്റ്റാണ് സബ് എഞ്ചിനീയർ KSEB എന്നുള്ളത്. ഇതുപോലെ നിരവധി പോസ്റ്റുകളിലേക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സ്ട്രീമുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അവസരം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് വിശദമായിട്ട് ഇലക്ട്രിക്കൽ സ്ട്രീമിലെ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
ഇനി നമുക്ക് മറ്റ് അവസരങ്ങളെ പറ്റി നോക്കാം. അതിൽ പ്രധാനമായിട്ടും റെയിൽവേയിലെ അവസരങ്ങളാണ്. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. ഇതിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ 2026ലും 2027ലും നോട്ടിഫിക്കേഷൻ വരും. 2026ലെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അതിന് അപേക്ഷിക്കാനുള്ള ഡേറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 2027 ലക്ഷ്യമാക്കി ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങാം. അടുത്തത് RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാസം 13-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് SSC ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ ഒരു പോസ്റ്റും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രീമിന് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കാവുന്ന തസ്തികകളാണ്. നമ്മളിവിടെ നിങ്ങളോട് പറഞ്ഞ എല്ലാ കോഴ്സുകളും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക. തുടങ്ങിയ പഠനം കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്രതമായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എന്ത് തന്നെ റിസൾട്ട് ആയാലും അതിനെപ്പറ്റി ബോധേഡ് ആകാതിരിക്കുക. ഇനി വരുന്നത് വലിയ ലക്ഷ്യങ്ങളാണ്. അപ്പോൾ ജീവിതത്തിൽ മറ്റൊരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏണസ്റ്റ് അക്കാഡമിയിൽ ഇവിടെ പറഞ്ഞ എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.